ഇന്ന് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ ഈ ഇടവകയിൽ നിന്നും മരിച്ചുപോയ എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ചെറിയ ഒഫീസ് ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. നാം ഓർക്കുക, ഈ കുഴിമാടങ്ങളിൽ ശയിക്കുന്നവരുടെ അധ്വാനത്തിൻ്റെയൊക്കെ ഫലം കൂടിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതും നമ്മളായിരിക്കുന്നതുമൊക്കെ. അവരുടെ ആ അധ്വാനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നാം അവരോട് നന്ദിയുള്ളവരാവുകയും അവർ വഴി നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം നമുക്ക് അവർക്ക് വേണ്ടി അവരെ പ്രത്യേകിച്ച് ഈ തിരുനാളിൻ്റെ പ്രധാന ഒരു കാര്യമായിട്ട് തന്നെ അവരെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഒഫീസിയലി പ്രാർത്ഥിക്കുകയാണ്. ഒഫീസിൻ്റെ ഭാഗത്ത് നമ്മളെന്തെങ്കിലും നിങ്ങൾ ആ വിമാനത്തിൻ്റെ താഴത്തെ സൈഡിൽ ചെറിയൊരു വഴി പോലെ വെള്ളം തെളിച്ച് പോകാൻ സാധിക്കും. കുറച്ചൊരു ഗ്യാപ്പ് വിട്ട് നിൽക്കുവാണെങ്കിൽ എളുപ്പം ഉണ്ടാവും. അപ്പോൾ ആ സൈഡിൽ നിൽക്കുന്നവർ കുഴപ്പമില്ല. ഇവിടെ അകത്ത് വശത്ത് നിൽക്കുന്നവർ ചിലൊരു നടക്കാനുള്ള വഴി തരണം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ തന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരുത്തുവലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാവുന്നു. ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാ, പുത്രൻ, റൂഹായേ, പ്രഥനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ